ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ്. കറണ്ടെന്ന് നോർമലി നമ്മൾ കാണാവുന്ന ഒരു ടിപ്പിക്കൽ ചോദ്യമാണ് ഈ ഒരു ചോദ്യം. എ വയർ ഓഫ് യൂണിഫോം റെസിസ്റ്റൻസ് ലാംഡ ഓം പെർ മീറ്റർ. അപ്പൊ ലാംഡ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ല, ഓരോ മീറ്ററിന്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? ലാംഡയാണ് അല്ലെ. ലാംഡ ഓം പെർ മീറ്റർ, ഓരോ മീറ്ററിന്റെയും റെസിസ്റ്റൻസ് ആണ് ലാംഡ. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണുമെന്നറിയോ? ഒരാളുടെ ടോട്ടൽ ലെങ്ത് 2 മീറ്റർ ആണ്. ഒന്നാമത്തെ മീറ്ററിന്റെ ലെങ്ത് റെസിസ്റ്റൻസ് ലാംഡ, രണ്ടാമത്തെ ലാംഡ. അപ്പൊ ടോട്ടൽ ലെങ്ത് 2 ആണെങ്കിൽ 2 ലാംഡ വരും, 3 ആണെങ്കിൽ 3 ലാംഡ വരും. അപ്പൊ ലെങ്ത് ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ആൻഡ് അതിന്റെ റേഡിയസ് 6 ആണ്. ആൻഡ് അനദർ പീസ് ഓഫ് വയർ, ഈ വയറിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഈ വയറിനും റെസിസ്റ്റൻസ് ഉണ്ട്, ഈ വയറിനും റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും എക്രോസ് ആയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. സോ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിലായിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇൻഫാക്ട് ഇത് ശരിക്കും ഏതുപോലെ എന്നറിയോ? 3 റെസിസ്റ്ററുകൾ പാരലലി കണക്ട് ചെയ്ത പോലെ. കാരണം എ ബി എന്നുള്ള ഈ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ വയർ കണ്ടോ, അയാൾക്കും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. താഴെയുള്ള ഈ വയറിനും റെസിസ്റ്റൻസ് ഉണ്ട്. ആ 3 പേരും പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 3 പേരെ റെസിസ്റ്റൻസ് സെപ്പറേറ്റ് കണ്ടാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് ആ എ ബി എന്നുള്ള വയർ കണ്ടില്ലേ, ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ബിക്കോസ് ഒരു വയറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയെന്ന് അറിയാം? 2πr. ഒരു വയറിന്റെ പെരിമീറ്റർ 2πr അല്ലേ. അപ്പൊ ഒരു വയറിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്? 2πr ആണ്. ഇനി അത് റെസിസ്റ്റൻസ് വേണം. ഈ ലാംഡ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? 1 മീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണെന്ത്? ലാംഡ. അപ്പൊ അതിന്റെ ലെങ്ത് 2 ആണെങ്കിലോ ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി 2 ലാംഡ. ടോട്ടൽ ലെങ്ത് 3 ആണെങ്കിലോ 3 ലാംഡ. ടോട്ടൽ ലെങ്ത് ഇതാണെങ്കിലോ ഇൻറ്റു ലാംഡ. ഓക്കെ, അപ്പൊ ദിസ് വിൽ ബി ദ ടോട്ടൽ റെസിസ്റ്റൻസ്. ഈ ഒരു വയറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2πr ഇൻറ്റു ലാംഡ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഇത്രയും സെക്ഷൻ കണ്ടോ, ഇത്രയും ഭാഗത്തിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന ഒരു കേസ്, റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ലെങ്ത് ഹാഫ് ആയാൽ റെസിസ്റ്റൻസ് ഹാഫ് ആവും. ലെങ്ത് 3 ടൈംസ് കുറഞ്ഞാൽ റെസിസ്റ്റൻസും 3 ടൈംസ് കുറയും. ബിക്കോസ് ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് കോമൺലി അറിയുന്ന ഒരു കേസ് ഉണ്ട്. ഒരു വയറിന്റെ ശരിക്കും ടോട്ടൽ ലെങ്ത്തിന്റെ 1/4 പോർഷൻ അല്ലേ, ടോട്ടൽ ലെങ്ത്തിന്റെ 1/4 പോർഷൻ അല്ലേ ഈ ഭാഗം? ടോട്ടൽ ലെങ്ത്തിന്റെ 1/4 പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത്തിന്റെ എത്ര ഭാഗമാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്? ടോട്ടൽ ലെങ്ത്തിന്റെ 3/4 ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി ആണ്. ലെങ്ത്തിന്റെ 1/4 പോർഷൻ ആണ് ഇത്. അതുകൊണ്ട് റെസിസ്റ്റൻസിന്റെയും 1/4 പോർഷൻ. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി കണ്ടു, 2πr ഇൻറ്റു ലാംഡ. അതിന്റെ 1/4 പോർഷൻ. ബിക്കോസ് ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി ആണ്. ലെങ്ത് 1/4 ആയതുകൊണ്ട് റെസിസ്റ്റൻസും അത്രയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇത്രയും ഭാഗം ഒരു റെസിസ്റ്റൻസ് പോലെയാണല്ലേ, അതിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എഴുതി വെച്ചു. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 1/4 ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ മൊത്തം റെസിസ്റ്റൻസ് ആയ 2πr ലാംഡയുടെ 1/4 അവിടെ പോയി. ബാക്കി 3/4 അല്ലേ ഉണ്ടാവുക? 3/4 ഉണ്ടാവും. കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലൂടെയും ഒരു വയർ കടന്നു പോകുന്നുണ്ട് അല്ലേ, ഇങ്ങനെയും ഒരു വയർ ഉണ്ട്, അതും ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ റെസിസ്റ്റൻസ് എത്രയും നോക്കാം. അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ലെങ്ത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് 6 ആണ്. ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് 6 ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് 2r. ആ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് 2r. അപ്പൊ റെസിസ്റ്റൻസ് കിട്ടാൻ അതിനെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെയായില്ലേ. അതിൽ ഒന്നാമത്തെ റെസിസ്റ്റർ ഇതാണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 2πr λ/4. ആ 2ഉം 4ഉം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വരും? πr ലാംഡ ഡിവൈഡഡ് ബൈ 2. താഴെ ഒരു റെസിസ്റ്റർ ഉണ്ട്, അതിന്റെ വാല്യൂ എത്രയാണ്? 2r ലാംഡ. 2r ലാംഡ. അതിൻ്റെയും താഴെയായിട്ട് മറ്റൊരു റെസിസ്റ്റർ നമ്മൾ പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഈ 2ഉം ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 2 വരും. അപ്പൊ 3/2 πr ലാംഡ. 3/2 πr ലാംഡ. ഇനി ഇവരുടെ നെറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇനി നോർമലി നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറുണ്ട്? 3 റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/r1 + 1/r2 + 1/r3 ആ രീതി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. Therefore total resistance is equal to 1/r is equal to 1/r1 അല്ലേ. 1/r1ന്റെ വാല്യൂ എത്ര? πr λ/2 ആണ്. ആ 2 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മേലേക്ക് എഴുതാം. ഓക്കെ, പ്ലസ് അടുത്തത് ഇതല്ലേ 1 ഡിവൈഡഡ് ബൈ r2. r2ന്റെ വാല്യൂ 3πr ലാംഡ ഡിവൈഡഡ് ബൈ 2നെ ഞാൻ എന്ത് ചെയ്യാം? മേലേക്ക് എഴുതാം. പ്ലസ് ഇനി മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട്, 1 ഡിവൈഡഡ് ബൈ 2r ലാംഡ. ഇത് 3 പേരും നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1/r is equal to
ഇവിടെ 3πr ഉണ്ട്. അതുകൊണ്ട് ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിളും ചെയ്തു ഡിവൈഡും ചെയ്തു. സോ നമുക്ക് സൗകര്യം എന്താണെന്ന് അറിയാം, കോമൺ ഡിനോമിനേറ്റർ 3πr ലാംഡ എന്ന് എടുക്കാം. ഇനി മുകളിൽ ആരുണ്ട്, ഇവിടെ 6+2 എത്ര വരും, നമുക്ക് 6+2 8 വരും. ദെൻ പിന്നെ ആരും കൂടി ബാക്കിയുണ്ട്, 1 ഡിവൈഡഡ് ബൈ 2r ലാംഡ. ഇനി ഇവരെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. Therefore 1 divided by r is equal to ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 8 into 2 എത്ര വരും, 16r ലാംഡ പ്ലസ് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 3πr ലാംഡ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 2 6 വരും. പിന്നെ പൈ ഉണ്ട്, 2 r ഉണ്ട്, 2 ലാംഡ ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് r ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ഒരെണ്ണം കൂടി നമുക്ക് മോഡിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു മുകളിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയുണ്ട്, 16r ലാംഡ, ഇവിടെ 3πr ലാംഡ അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഏതൊക്കെ ടേംസ് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും, എല്ലാത്തിലും r കോമൺ ആണ്. അപ്പോൾ അവിടുത്തെ ഒരു r നെ ഒഴിവാക്കാം. ഇവിടെ എല്ലാം ലാംഡ കോമൺ ആണ്, അവിടെ ലാംഡ ഒഴിവാക്കാം. ഇനി ആരാ ബാക്കിയുള്ളത്, 16 + 3π ഹോൾ ഡിവൈഡഡ് ബൈ 16π. ഒരു 6 ബാക്കിയുണ്ട്, ഒരു ലാംഡ ബാക്കിയുണ്ട്. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 6πr ലാംഡ ഡിവൈഡഡ് ബൈ 16 + 3π അല്ലേ, 16 + 3π. So the correct answer will be the third option. Third option is our correct answer.